ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിന്റെ 39-ാം ദിനം. അടുത്ത ആഴ്ച നോമ്പിന്റെ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം. കഴിഞ്ഞ നോമ്പിന്റെ ദിനങ്ങളിൽ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിഞ്ഞത്? ഈ വിശുദ്ധവാരം ക്രിസ്തുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ക്രിസ്തുവിന്റെ സഹനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിന്റെ 1 മുതൽ 12 വരെ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 12. മോശ തന്റെ അമ്മായിയപ്പനായ മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേബ് പർവ്വതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ദൈവീക ദർശനമാണ് പശ്ചാത്തലമായി കാണുന്നത്. ഇവിടെ 3 ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി, നോമ്പിന്റെ ദിനങ്ങളിൽ ദൈവീക ദർശനങ്ങൾ കാണുവാൻ നമുക്ക് കഴിയണം. We should experience the vision of God through Lent. നോമ്പിന്റെ ദിനങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാനുള്ള അവസരങ്ങളാണ്. ഈ ദർശനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. ഇവിടെ മോശ കാണുന്ന ദർശനം മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തുന്ന വിധങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ എത്ര വിശ്വസ്തനായിരുന്നു. വലങ്കരത്തിൽ നമ്മെ സൂക്ഷിച്ചു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോശുവയെ ദർശനങ്ങളാൽ ശബലപ്പെടുത്തുന്ന ദൈവത്തെ കാണുവാൻ കഴിയും. നമ്മുടെ ദൈവത്തെ നാം മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ടു പോകുവാനുള്ള ബലം ദൈവം നമുക്ക് നൽകുന്നത്. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ആ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. രണ്ടാമതായി, നോമ്പിന്റെ ദിനങ്ങളിൽ ശുദ്ധീകരണത്തിന്റെ അവസരങ്ങളാണ്. ലെന്റ് ഈസ് ദ സീസൺ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണുവാൻ നമുക്ക് കഴിയണം. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന മോശയോട് വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളെ വിശുദ്ധമാക്കുവാൻ നമുക്ക് കഴിയണം. ദേവാലയങ്ങൾ, ഭവനങ്ങൾ, ജോലിസ്ഥലങ്ങൾ, നാം പോകുന്ന ഇടങ്ങൾ, എല്ലായിടത്തും ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ ഇടയാകണം. ഗലാത്യർ 5:19 പറയുന്നത് പോലെ പക, പിണക്കം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം, വിഗ്രഹാരാധന എന്നിവ ഉപേക്ഷിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം ഇവ സംസ്കരിക്കുവാൻ ഇടയാകണം. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മൂന്നാമതായി, നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന നമ്മുടെ ദൈവം. എ ഗോഡ് ഹു ഈസ് കമ്മിങ് ടു us and see our needs. 7-ാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു: എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. നമുക്ക് വേണ്ടി മരക്കുരിശിൽ യാഗമായി തീർന്ന ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മെ കാണുന്ന, നമ്മുടെ നിലവിളികളെ കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.
ദൈവിക ദർശനങ്ങളെ കാണുന്നവരായി നമ്മുടെ ജീവിതത്തെ ദൈവഹിത പ്രകാരം ശുദ്ധീകരിക്കാം. നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാം. ക്രിസ്തു മരിച്ചത് നമുക്ക് വേണ്ടിയാണ് എന്ന് ഓർക്കാം. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ ദൈവത്തിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.